രഞ്ജിത്ത് രാജിയിലേക്ക്. നടി ശ്രീലേഖ മിത്രയുടെ ഗുരുതര വെളിപ്പെടുത്തലിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവി ഒഴിയാൻ സംവിധായകൻ രഞ്ജിത്തിനോട് സർക്കാർ ആവശ്യപ്പെട്ടതായി സൂചന. വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാംസ്കാരിക വകുപ്പിനോട് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടതായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വയനാട്ടിലുള്ള രഞ്ജിത്ത് വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക പദവി സംബന്ധിച്ച ബോർഡ് എടുത്തു മാറ്റി. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, രാജി ആവശ്യപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ രാജി എപ്പോഴുണ്ടാകുമെന്നതിന്റെ എന്തെങ്കിലും സൂചനയുണ്ടോ? അനുജ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരെങ്കിലും പരാതിയുമായി എത്തിയാൽ നടപടി എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. അതിന് പിന്നാലെയാണ് ഈ ശ്രീലേഖ മിത്ര ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ തന്നെ ആരോപണം ഉയർത്തിയത്. ഈ പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതായിരുന്നു സർക്കാരിന്റെ ആദ്യ നിലപാടെങ്കിൽ ഇപ്പോൾ ആ നിലപാട് മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കാരണം അത് വലിയ തലവേദനയായി സംസ്ഥാന സർക്കാരിന് മാറി. സർക്കാരിന്റെ നയങ്ങളുടെ ഇരട്ടത്താപ്പ് നടക്കമുള്ള വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തൽ അതുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് രഞ്ജിത്തിന്റെ രാജി എന്നുള്ളത് സംസ്ഥാന സർക്കാർ ആലോചിച്ചു തുടങ്ങിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു രാജി ആവശ്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ അതാണ് പുറത്തു വരുന്നത്. നിലവിൽ രഞ്ജിത്ത് വയനാട്ടിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് അത് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല സാംസ്കാരിക വകുപ്പ് അടക്കം രഞ്ജിത്തുമായി ഇക്കാര്യം സംസാരിച്ചതായും വിവരമുണ്ട്. മുന്നണിക്കകത്തും രഞ്ജിത്തിന്റെ രാജി വലിയ ആവശ്യമായി അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമായി മാറുന്നു എന്നുള്ളതാണ്. ഒരു വിഭാഗം രഞ്ജിത്ത് അതേ രീതിയിൽ തുടരുകയും അത് സംസ്ഥാന സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യമായി മാറും എന്നുള്ള അഭിപ്രായം ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ വനിതാ നേതാക്കൾക്കടക്കം രഞ്ജിത്ത് ധാർമ്മികമായി ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. പ്രത്യേകിച്ച് ശ്രീലേഖ മിത്ര നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ രഞ്ജിത്ത് ആ സ്ഥാനത്ത് തുടരുന്നത് അത് വലിയ തരത്തിൽ സംസ്ഥാന സർക്കാരിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് മുന്നണിയിലെ ഒരു വലിയ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ രഞ്ജിത്തിന് രാജി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ അത് പലതരത്തിൽ പുറത്തു വരുന്നുണ്ട്. അനുജ, ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് രഞ്ജിത്ത് രാജിവെച്ചേക്കുമെന്ന സൂചനകൾ അത് വളരെ ബലപ്പെട്ട് തന്നെ വരുന്നു എന്ന വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. രഞ്ജിത്തിനെതിരായ നടിയുടെ ആരോപണത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. എത്ര ഉന്നതനായാലും നടപടിയുണ്ടാകും. നടിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നും പി സതീദേവി പറഞ്ഞു. വളരെ സ്പെസിഫിക്കായി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം. അവർ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം. എത്ര വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അന്വേഷണം നടത്താം. ഈ ആരോപണം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് സർക്കാർ സംരക്ഷിക്കുന്ന സംവിധായകൻ രഞ്ജിത്തിനോട് പ്രതിപക്ഷത്തെ നേതാക്കൾക്കും മൃദു സമീപനം. യുവജന വനിതാ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് മുതിർന്ന നേതാക്കൾ അയഞ്ഞ നിലപാട് സ്വീകരിച്ചത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രഞ്ജിത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ വാക്കുകൾക്ക് മൂർച്ച കുറഞ്ഞു. രാജിവെക്കണമെന്ന ആവശ്യം സഹോദരനും സ്നേഹിതനുമെന്ന നിലയിലുള്ള അഭ്യർത്ഥനയായി മാറി. രഞ്ജിത്ത് സ്ഥാനമൊഴിയുമെന്നാണ് കരുതുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തലയും കടുപ്പിച്ചൊന്നും പറഞ്ഞില്ല. നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദയെന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം. അദ്ദേഹം ഇപ്പൊ സർക്കാരിന്റെ സ്ഥാനം വഹിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത്. അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല. ഒരാരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അംഗങ്ങൾക്ക് പോലും വ്യക്തതയില്ലാഞ്ഞിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അമ്മ സംഘടനയുടെ നിലപാട് സ്വാഗതാർഹമായിരുന്നു. അതേസമയം പ്രതിപക്ഷ യുവജന വനിതാ സംഘടനകൾ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി DGPക്ക് പരാതി നൽകി. രഞ്ജിത്തുണ്ടെന്നറിഞ്ഞതിനെ തുടർന്ന് വയനാട്ടിലെ താമസ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. രഞ്ജിത്തിന്റെ കോഴിക്കോട് ചാലപ്പുറത്തെ വീടിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24.
ആരോപണങ്ങൾക്ക് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി. ആരോപണ വിധേയനായ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണമെന്ന് സംവിധായകൻ ഭദ്രൻ ആവശ്യപ്പെട്ടു. നടി പരാതി നൽകിയാൽ സാക്ഷിമൊഴി നൽകുമെന്ന് ശ്രീലേഖ മിത്രയെ സഹായിച്ച ഫാദർ അഗസ്റ്റിൻ വട്ടോളി പ്രതികരിച്ചു. ബംഗാളി നടി ശ്രീലേഖ മിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് രാജി ആവശ്യം വ്യാപകമാകുന്നത്. ഏത് മേഖലയിലായാലും സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉണ്ടായാൽ നടപടി വേണമെന്ന് നടൻ ഇന്ദ്രൻസ്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ്. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. രഞ്ജിത്ത് രാജിവെച്ച് ആരോപണത്തിൽ സംശുദ്ധി തെളിയിക്കണമെന്ന് ഭദ്രൻ. ഇപ്പം കേവലം ഒരു സംവിധായകൻ തിരക്കഥാകൃത്ത് മാത്രമല്ല, ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒന്ന് താഴെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം ആ സ്ഥാനത്തിന്റെ ആ ഒരു പൊസിഷന്റെ ഗൗരവം കൂടെ നമ്മളൊന്ന് മാനിക്കണം. അതുകൊണ്ട് എനിക്കതൊന്ന് രഞ്ജിത്ത് ഒന്ന് താഴെ ഇറങ്ങി നിന്നിട്ട് ഒന്ന് സംശുദ്ധി വരുത്തിയതിന് ശേഷം വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. രഞ്ജിത്തിനെതിരെ കേസെടുത്താൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളി. പോലീസിലും കോടതിയിലും അതൊക്കെ മൊഴി എനിക്കറിയാവുന്ന കാര്യം പറയാൻ ഞാൻ തയ്യാറാണ്. രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം മനോജ് ഖാന വ്യക്തമാക്കി. പൊതുപരിപാടിയിൽ മദ്യപിച്ചെത്തി രഞ്ജിത്ത് അടുത്തിരുന്നതിൽ പ്രതിഷേധം നേരത്തെ അറിയിച്ചതാണ് പ്രസാധക എം.എ. ഷഹനാസ്. സ്ത്രീകളുടെ കൂടെയാണെന്ന് പറയുന്ന സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുകയാണെന്ന് കെ രമ കുറ്റപ്പെടുത്തി. രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ 24. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ മൃദു സമീപനം സ്വീകരിച്ച അമ്മ സംഘടനയുടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന അംഗങ്ങൾ രംഗത്ത്. സർക്കാരല്ല ആദ്യം നടപടിയെടുക്കേണ്ടത് അമ്മയാണെന്ന് ഉർവശി തുറന്നടിച്ചു. ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം അൻസിബയും പരസ്യ നിലപാടെടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് 5 ദിവസത്തിനു ശേഷം അമ്മ നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനത്തിനോടുള്ള എതിർപ്പുമായി അമ്മയിലെ മുതിർന്ന അംഗമായ ഉർവശി തന്നെ രംഗത്തെത്തി. ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഒഴുക്കൻ രൂപത്തിലുള്ള മറുപടി ശരിയായില്ലെന്ന് ഉർവശി തുറന്നടിച്ചു. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഇല്ലായിരിക്കും അങ്ങനെ പറഞ്ഞു. ഒരു സ്ത്രീ തന്നെ നാണവും ലജ്ജയും കാര്യങ്ങളും എല്ലാം മറച്ച് വിഷമവും മറന്ന് ഒരു കമ്മീഷന്റെ മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടിന് വലിയ വില കൊടുക്കണം. ഇനി അമ്മയുടെ നിലപാടുകൾ അറിയിക്കണം. ഉടനെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടണം. നടിമാർക്കുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തൽ നിസ്സാരവൽക്കരിച്ച സിദ്ദിഖിന് മറുപടിയെന്നോണം അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായ അൻസിബിയും രംഗത്തുവന്നു. ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം കുറേ പേര് ഇപ്പോൾ ഇത്രയും സ്ത്രീകളാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ഇത്രയും സ്ത്രീകളുടെ ഒരു അവർ അനുഭവിച്ചിട്ടുള്ള ഒരു വേദനകളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അവർക്ക് എന്താണ് സഹായം ചെയ്യേണ്ടത് ആ സഹായം ചെയ്യണം. വേട്ടക്കാരെ ഉടനെ പിടികൂടണം. അച്ഛന്റെ ദുരനുഭവം തുറന്നു പറഞ്ഞ നടൻ തിലകന്റെ മകളും സിദ്ദിഖിന് മറുപടിയുമായി എത്തി. തന്നെ സിദ്ദിഖ് അഭിനന്ദിച്ചതുപോലെ എന്നെങ്കിലും തനിക്ക് സിദ്ദിഖിനെ അഭിനന്ദിക്കാൻ പറ്റുമോ എന്നായിരുന്നു സോണിയ തിലകന്റെ ചോദ്യം. ജനറൽ സെക്രട്ടറി എന്നെ അഭിനന്ദിക്കുന്ന കണ്ടു. അപ്പോൾ ഇതുപോലെ ഞാൻ ഉൾപ്പെട്ട ജനങ്ങൾക്ക് എന്നാണ് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ സാധിക്കുക, സ്വന്തം സഹപ്രവർത്തകർക്ക് ഒരു നീതി നേടിക്കൊടുത്തുകൊണ്ട് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അഴകുഴമ്പൻ നിലപാടിനെ അമ്മയിലെ വനിതാ അംഗങ്ങൾ തന്നെ തുറന്നെതിർക്കുന്നത് WCC അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ കൂടി വിജയമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് 24. നടൻ സിദ്ദിഖ് മോശമായി പെരുമാറിയെന്ന ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത്. ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത്. പീഡനാനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെയെങ്കിൽ ക്രിമിനലാണെന്ന് രേവതി സമ്പത്ത് 24നോട് പറഞ്ഞു. ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം ഹി റേപ്ഡ് മീ. അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്കൂൾ ടൈമിൽ നിൽക്കുന്ന +2 കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ഹായ് മോളെ. അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ്. ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതത്തിൽ കുറേ വർഷങ്ങളും കുറേ സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും? അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഞാൻ. ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന്
മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട്. ഇത് ആരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ശരിവെച്ച് നടിമാരായ ശ്വേത മേനോനും ഗായത്രി വർഷയും. സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ശ്വേത മേനോൻ വെളിപ്പെടുത്തി. പവർ ഗ്രൂപ്പിനെ എതിർത്തത് കൊണ്ട് തനിക്ക് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്ന് ഗായത്രി വർഷയും പ്രതികരിച്ചു. ഇപ്പോഴും അതെനിക്കറിയില്ല, എനിക്ക് വർക്കില്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. എത്രയോ പ്രാവശ്യം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. ദാറ്റ്സ് ഓക്കെ, സോ വാട്ട്. 9 സിനിമേന്റെ സൈനിങ് എമൗണ്ട് എല്ലാം ഞാൻ ഇട്ട് വിഴുങ്ങി, ഇപ്പോൾ കഴിച്ച് വിഴുങ്ങി. ഞാനെല്ലാം അതിൽ സ്ത്രീകളുണ്ട്. ഒരു ഹൈറാർക്കി സ്വഭാവമുള്ള ഒരു തൊഴിൽ മേഖലയാണിത്. ഹൈറാർക്കി ഉണ്ട്, മാർക്കറ്റിൽ ആരാണ് വലുത് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് പവർ ഗ്രൂപ്പെന്നോ മാഫിയെന്നോ ഒന്നും അന്നത്തെ പേരുകളൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും അത്തരം ഇടപെടലുകൾ നന്നായിട്ടുണ്ട്. ഇഷ്ടമല്ല, ഒരു സ്വന്തമായ ഒരു വ്യക്തിത്വത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പോലും വേണ്ട ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്ക് എന്ന് പറയുന്ന ഒരു ഇടം തന്നെയാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്ന് നടനും MLA-യുമായ M. മുകേഷ്. സിനിമയിൽ പവർ ഗ്രൂപ്പിന് നിലനിൽപ്പില്ലെന്ന് മുകേഷ് പറഞ്ഞു. ആരോപണ വിധേയനായ സംവിധായകൻ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പറയുന്നില്ലെന്നും മുകേഷ് MLA പറഞ്ഞു. പവർ ഗ്രൂപ്പ് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പവറൊന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല. പവർ ഗ്രൂപ്പ് ഒരാളിനെ കൊണ്ടുവന്നു, ഇനി ഇയാളെ മെയിൻ റോൾ അഭിനയിക്കുന്നു പറഞ്ഞാൽ ആ പടം പൊളിഞ്ഞു പോയാൽ എന്തോ ചെയ്യും? ഏത് പവർ ഗ്രൂപ്പ്? കോടിക്കണക്കിന് രൂപ വിലയുള്ള മുതൽ മുടക്കുള്ള സിനിമയല്ലയോ? ഇനി എത്ര പവറാണെങ്കിലും എൻ്റെ സ്വന്തം ആള് എൻ്റെ പവർ വെച്ചിട്ട് പോയി കഴിഞ്ഞ് ഒരു സിനിമ ഇപ്പം അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇപ്പം പ്രേമല്ലു എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ചെറിയ പയ്യനല്ലേ വന്നത്? എന്തോ പവർ ഉണ്ടവന്? എത്ര കോടി രൂപയാണ് ഉണ്ടാക്കിയത്? പവർ ഗ്രൂപ്പ് നിലനിൽക്കത്തില്ലെന്ന്. പവർ ഗ്രൂപ്പിന് എവിടുന്ന് പൈസ കിട്ടും? അവർ കൊണ്ടുവരുന്ന പവർ അനുസരിച്ചുള്ള ആൾക്കാർ വിജയിപ്പിച്ചില്ലെങ്കിൽ, സംവിധായകനായിട്ട് അഭിനേതാവായിട്ട് വിജയിപ്പിച്ചില്ലെങ്കിൽ അത് എനിക്ക് എത്ര ആയിട്ട് മനസ്സിലാവുന്നില്ല. അല്ല, അത് അന്വേഷിക്കട്ടെ. ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും തരത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ വളരെ നിരപരാധിയാന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അതല്ല, രാജിവെക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ബോഡി അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, അത്രയേ ഉള്ളൂ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ CPI-CPIM ദേശീയ വനിതാ നേതാക്കൾ രണ്ടു തട്ടിൽ. രഞ്ജിത്ത് രാജിവെക്കണമെന്ന് CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജ ആവശ്യപ്പെട്ടു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആവർത്തിക്കുകയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്നാണ് ബംഗാളി നടി ശ്രീലേഖ മിശ്രയുടെ വെളിപ്പെടുത്തൽ. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. സർക്കാർ നിലപാട് തള്ളി CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജ രംഗത്തെത്തി. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നും ശ്രീലേഖ മിശ്രയുടെ ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും ആനി രാജ. ആ അന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണം. ശ്രീലേഖ മിശ്രയുടെ പരാതി ലഭിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് CPIM PB അംഗം ബൃന്ദ കരാട്ട് പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോൺക്ലേവ് അല്ല, നടപടിയാണ് വേണ്ടതെന്ന് ആനി രാജ പറഞ്ഞപ്പോൾ ബൃന്ദ കരാട്ടിന്റെ പ്രതികരണം ഇങ്ങനെ: This is not a judicial commission. This is a commission which was set up by the state government with a specific mandate. Ordinarily, under the criminal laws of our country, we have to have a complainant to file a case. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കാൻ LDF-നുള്ളിലും സമ്മർദ്ദം ശക്തമാണ്. വിനീത VG 24 ഡൽഹി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 900 കോടി രൂപയുടെ ആദ്യഘട്ട സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനത്തിന്റെ നിവേദനം. ടൗൺഷിപ്പിനുള്ള ധനസഹായം രണ്ടാം ഘട്ടത്തിൽ ആവശ്യപ്പെടും. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 728 കുടുംബങ്ങൾക്ക് താത്കാലിക പുനരധിവാസം സാധ്യമാക്കിയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. വയനാട്ടിലെ സ്കൂളുകൾ പ്രവേശനോത്സവത്തോടെ തുറക്കും.
ഒട്ടനേകം മനുഷ്യരുടെ ജീവനും ജീവിതവും തൂത്തെറിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 1800 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കേന്ദ്രത്തിന് നൽകിയ ആദ്യ മെമ്മോറാണ്ടത്തിൽ പറയുന്നത്. 900 കോടിയുടെ സഹായം ആദ്യഘട്ടത്തിൽ നൽകണം. ടൗൺഷിപ്പിനുള്ള ധനസഹായം രണ്ടാം ഘട്ടത്തിൽ ആവശ്യപ്പെടും. സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തി. കാരണം കേന്ദ്ര ഗവൺമെന്റ് രക്ഷാപ്രവർത്തനത്തിന് പട്ടാളത്തെ തന്നു, പൈസ കൊടുക്കാൻ പറയും. ചിലപ്പോൾ നാളെ ബെയിലി പാലം ഉണ്ടാക്കി ബില്ലിങ് അടിച്ചു തന്നാൽ എന്ത് ചെയ്യും? അടിച്ച് തന്നിട്ടുണ്ടല്ലോ. ഇനി സംഭവിച്ചുകൂടായില്ല. ഈ ദുരന്തത്തിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചുകൊണ്ട് കാര്യമില്ല. പുനരധിവാസ ആവശ്യങ്ങൾ പഠിക്കാൻ 53 അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചു. 26 ദിവസങ്ങൾക്ക് ശേഷം ക്യാമ്പുകളുടെ പ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ചു. സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും സർക്കാരിന്റെ വാടക കെട്ടിടത്തിലേക്കുമായി താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി. സെപ്റ്റംബർ 2-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്കൂളുകളിൽ പ്രവേശനോത്സവം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും നമ്മുടെ മന്ത്രിസമിതി അംഗങ്ങളും MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ ഒരു പ്രവേശനോത്സവം സെപ്റ്റംബർ 2-ന് നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്. ദുരന്ത മേഖലയിൽ നാളെ വീണ്ടും തിരച്ചിൽ നടക്കും. ദുരന്തബാധിതരുടെ ആവശ്യപ്രകാരമാണ് ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗത്ത് സേനകൾ ഉൾപ്പെട്ട 14 അംഗ ടീം തിരച്ചിൽ നടത്തുക. ടീം 24 വയനാട്. വിശാഖപട്ടണത്ത് കണ്ടെത്തിയ 13-കാരിയെ ഏറ്റെടുത്ത് കേരള പോലീസ്. കുട്ടിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് രാവിലെ 11 മണിയോടെ CWC പെൺകുട്ടിയെ കേരള പോലീസിന് കൈമാറി. വിജയവാഡയിൽ നിന്ന് ട്രെയിൻ മാർഗം പുറപ്പെടുന്ന സംഘം നാളെ തിരുവനന്തപുരത്തെത്തും. കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. കുട്ടിയെ വീട്ടിലേക്ക് അയക്കുന്നതിൽ കോടതി നിർദ്ദേശമനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ട്രിവാൻഡ്രത്ത് എത്തിച്ച ശേഷം മറ്റ് സ്റ്റേറ്റ്മെന്റും കാര്യം എടുത്തിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം മിക്കവാറും ജെ ബോർഡ് ആവാനാണ് സാധ്യത. കോടതിയുടെ അനുമതി നോക്കിയിട്ട് കോടതിയോടെ ഹാജരാക്കാൻ പറഞ്ഞ് അവിടെ ഹാജരാക്കും. പെൺകുട്ടിയെ സുരക്ഷിതമായി കേരളത്തിലേക്ക് അയക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മലയാളി കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു. ഒരു നിയോഗത്തിൽ കൂടെ വന്ന് അതിൻ്റെ പൂർണ്ണ തൃപ്തി ആയി എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിർത്താനാണ് എനിക്കിഷ്ടം. കാരണം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. വന്നു ഭവിച്ചു. ഞങ്ങളെ കണ്ടാകുന്ന ഞങ്ങൾ ശ്രമം നടത്തി. ആ കൂട്ടായ്മയുടെ ഒരു ഫലം കണ്ടു. അതിനുള്ള പൂർണ്ണ തൃപ്തി. മാതാപിതാക്കൾ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യമുൾപ്പെടെ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പെൺകുട്ടിയുടെ മൊഴി അന്വേഷണത്തിൽ ഇനി നിർണായകമാകും. 24 വിശാഖപട്ടണം. തൃശൂർ പൂരം പോലെ കൈപൊള്ളാതിരിക്കാൻ പുലിക്കളി വിവാദത്തിൽ കരുതലോടെ നീങ്ങി സർക്കാർ. പുലിക്കളി ആഘോഷം വേണ്ടെന്ന് വെച്ചത് BJP രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആയുധമാക്കിയതോടെയാണ് തദ്ദേശ വകുപ്പ് മലക്കം മറിഞ്ഞത്. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന കോർപ്പറേഷൻ യോഗത്തിൽ BJPയുടെ കൗൺസിലർമാർ പുലിയുടെ മുഖം മൂടി അണിഞ്ഞെത്തിയത് വിവാദം BJP വൈകാരികമായി ഉപയോഗിക്കാൻ പോകുന്നതിന്റെ തെളിവായി. മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുലിക്കളി മാറ്റിവെക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. എന്നാൽ തൃശൂരിന്റെ വികാരമായ ആഘോഷത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP നീക്കം തുടങ്ങിയതോടെ കോർപ്പറേഷനും സർക്കാരും വെട്ടിലായി. കുമ്മാട്ടി മാറ്റിവെച്ചത് ആചാരത്തിനെതിരാണെന്ന പ്രചാരണം ശക്തമാക്കിയായിരുന്നു ഈ നീക്കത്തിന്റെ തുടക്കം. കുമ്മാട്ടി സംഘങ്ങളെ രണ്ടായി വിഭജിച്ച് BJP അനുകൂല വിഭാഗത്തെ രംഗത്തിറക്കി. അവരെക്കൊണ്ട് കുമ്മാട്ടി നടത്തുമെന്ന് പരസ്യപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. BJPയോട് മൃദുസ്വഭാവം പുലർത്തുന്നുവെന്ന ആക്ഷേപം നേരിടുന്ന മേയർ വിഷയം സർക്കാരിന്റെ കോർട്ടിലേക്ക് തട്ടി. ഒരു വിവാദങ്ങൾക്കും വഴിവെക്കാതെ പുലിക്കളി നടത്താൻ അനുമതി നൽകിയ MP രാജേഷ് ആകട്ടെ മുൻവർഷത്തെ ധനസഹായം നൽകണമെന്നും കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. ഇതോടെ സർക്കാർ പുലിക്കളിക്കും കുമ്മാട്ടിക്കും ഒപ്പമെന്ന പൊതുവിശ്വാസം നേടിയെടുക്കാനും കഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് കോർപ്പറേഷൻ പുലിക്കളി നടത്താനുള്ള തീരുമാനത്തിലെത്തിയത്. സർക്കാരിൽ നിന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് മന്ത്രി നേരിട്ട് ഈ നിർദ്ദേശം നൽകിയിട്ട് ഇത്ര ദിവസമായി. ഇന്ന് വൈകുന്നേരം ഇതിനൊരു തീരുമാനം ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടി തൃശ്ശൂരിൻ്റെ ഒരു വികാരമാണ് പുലിക്കളിയും കുമ്മാട്ടിയൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പുലിക്കളി സംഘങ്ങളുടെ യോഗം ചേർന്ന് സംഘാടനം സംബന്ധിച്ച് ചർച്ച ചെയ്തു. 24 തൃശൂർ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച്. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ IG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ ബോധപൂർവം നോട്ടീസുകൾ കൈപ്പറ്റാത്തവർക്ക് വാട്സാപ്പ് വഴിയും നോട്ടീസ് അയക്കാമെന്ന് എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. തൃശൂർ സ്വദേശി അലീന നെൽസന്റെ ഹർജിയിലാണ് ഉത്തരവ്.
വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിനും ബെയിലി പാലത്തിനും കേന്ദ്രം ബില്ല് തരുമെന്ന് മന്ത്രി. ജമ്മുകശ്മീരിൽ വീണ്ടും ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ വെടിവയ്പ്. ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് BJP. തുടർച്ചയായ അവധികളുള്ളതിനാൽ ഒക്ടോബർ 1 പോളിംഗ് കുറയുമെന്ന് വാദം. മകൾ ഒളിച്ചോടിയ വിഷമത്തിൽ അച്ഛനും അമ്മയും അച്ഛന്റെ സഹോദരിയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പാലക്കാട്ടാണ് സംഭവം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്, സന്ദീപ് ഘോഷ് എന്നിവരടക്കം 7 പേർക്ക് നുണപരിശോധന നടത്തി. സംഭവ ദിവസം സഞ്ജയ് റോയ് അത്യാഹിത വിഭാഗത്തിലേക്ക് കയറുന്നതിന്റെ CCTV ദൃശ്യവും കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പും 24-ന് ലഭിച്ചു. മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ സന്ദീപ് ഘോഷിനെതിരെ CBI അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തു. കൈകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചതാണ് യുവ ഡോക്ടറുടെ മരണകാരണം. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് അടക്കമുള്ളവർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പുറത്തുവിടാൻ അധികൃതർ തയ്യാറാകാതിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24-ന് കിട്ടിയത്. മുഖ്യപ്രതി സഞ്ജയ് റോയ് ആർജിക്കർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സഞ്ജയ് റോയ്, ആർജിക്കർ ഹോസ്പിറ്റലിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, 4 ഡോക്ടേഴ്സ്, ഒരു സിവിൽ വളണ്ടിയർ എന്നിവരെ CBI നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് CBI മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം കൽക്കത്ത ഹൈക്കോടതി അന്വേഷണം CBI ഏൽപ്പിക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആർജിക്കർ സംഭവത്തിലെ പ്രതിഷേധ പ്രകടനത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുക്കാൻ അനുവദിച്ചതിന് 3 സ്കൂളുകൾക്ക് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബാലാവകാശ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ആർജിക്കറിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് വിളിച്ച കൺവെൻഷനും റാലിയും മാറ്റിവെച്ചു. CISF ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉന്നതരും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. CBIയുടെ അന്വേഷണം 10 ദിവസം പിന്നിടുമ്പോൾ കൊൽക്കത്ത പോലീസ് കണ്ടെത്തിയതിനേക്കാൾ എന്ത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്ന ചോദ്യം. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുകയാണ്. ഇനി